അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹക്കീം ഫൈസിക്ക് പിന്നാലെ മുസ്തഫൽ ഫൈസിക്ക് പിന്നാലെ ഒരാൾ കൂടി സമസ്തയിൽ നിന്ന് പുറത്തേക്ക് വാതിൽ തുറക്കുന്നു എന്നുള്ള ചില ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കുക എന്ന വ്യാജേന അദ്ദേഹത്തെ നിന്ദിക്കുന്ന വിധം പ്രഭാഷണം നടത്തിയ ഹംസ ഹൈതമി എന്ന് പറയുന്ന മലപ്പുറം ജില്ലാ മുശാവറ അംഗമായ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ മുദരിസുമായ വ്യക്തി, അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദമായിരുന്നു. കഴിഞ്ഞ ജില്ലാ മുശാവറയിലേക്ക് ഒരുപാട് കത്തുകൾ, 10ഓളം കത്തുകൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ മുശാവറ അത് ചർച്ച ചെയ്യുകയും ജില്ലാ കമ്മിറ്റി അത് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു വിശദീകരണം തേടേണ്ട ഒരു ആവശ്യമുള്ള കാര്യമല്ല, പെട്ടെന്ന് നടപടിയെടുക്കേണ്ട വിഷയമായിരുന്നു എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ സംഘടനയാകുമ്പോൾ അതിന്റെ ചട്ടങ്ങൾ, അതിന്റെ മുറക്ക് നടക്കണമല്ലോ. ആ രീതിയിൽ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നീക്കുക എന്ന് വിചാരിക്കുന്നു. ഇനി കേന്ദ്ര മുശാവറ വരുന്നുണ്ട്. ആ കേന്ദ്ര മുശാവറയിൽ ഈ വിഷയം ചർച്ചയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര മുശാവറയുടെ തീരുമാനം ഏത് വിധത്തിലാണ് വരിക എന്ന് നമ്മൾ ഇനി നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഈ മാസം തന്നെ ജില്ലാ കേന്ദ്ര മുശാവറ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മുഹമ്മദ് ഫൈസി പാതാർ എഴുതിയ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. ചെറുപ്രായത്തിലെ അദബും അറിവും തേടിയിറങ്ങി 8 പതിറ്റാണ്ടിലേറെ ജീവിച്ച് സമസ്ത ജനറൽ സെക്രട്ടറി, ആഗോളതല പണ്ഡിതൻ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഗുരു, വിവിധ മേഖലകളിൽ തിളങ്ങിയ മർഹൂം ആലിക്കുട്ടി ഉസ്താദിന് സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്തവരായിരുന്നു എന്ന് പരസ്യ പ്രസംഗം നടത്തിയത് ജാമിയയിലെ മുദരിസ് ഹംസ ഹൈതമി ആയിരുന്നു. ഇതിനെതിരെ സമസ്ത പ്രവർത്തകർ ജില്ലാ മുശാവറയ്ക്ക് കത്തുകൊടുത്തു. ഇന്നലെ 5/8/2026 മുശാവറ ചേർന്ന് വിഷയം ചർച്ച ചെയ്തു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഹൈതമി കുറ്റക്കാരനാണെന്ന് ബോധ്യമായി. നടപടി ക്രമങ്ങളനുസരിച്ച് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു. ജില്ലാ മുശാവറയിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു. ഹൈതമിക്ക് ഒരാൾ പോലും പിന്തുണ നൽകിയില്ല. ഇന്നത്തെ അവസ്ഥയിൽ ഇത്രത്തോളം എത്തി എന്നത് മഹാകാര്യമാണ്. സമസ്ത പ്രവർത്തകരുടെ ശക്തമായ എതിർപ്പ് ഇവിടെ ഗുണം ചെയ്തിട്ടുണ്ട്. തുടർ നടപടി എന്താകും എന്നതാണ് ചർച്ച. ഹൈതമിയെ ജില്ലാ മുശാവറ പുറത്താക്കുമോ, ജാമ്യയിൽ നിന്ന് ഒഴിവാക്കുമോ തുടങ്ങിയ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. എങ്കിലും ചില പുറം വായനകൾ നടത്താം. 1. സമസ്ത നേരിട്ട് നടത്തുന്ന ജാമ്യയിൽ നിന്ന് സമസ്ത അറിയാതെ 2 പണ്ഡിതന്മാരെ ഒഴിവാക്കി. മുശാവറ അംഗമായിരുന്ന മുദരിസിനെ ഒഴിവാക്കിയതിൽ സമസ്ത നീരസം പ്രകടിപ്പിച്ചു. സമസ്ത ജാമിയ കമ്മിറ്റിക്ക് കത്തുകൊടുത്തു. മറുപടിയായി മാറി. 2. CIC വിഷയത്തിൽ സമസ്ത 9 തീരുമാനങ്ങൾ നൽകിയിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും അനുകൂല തീരുമാനം ഇതുവരെ വന്നില്ല. 3. സമസ്ത മുശാവറ അറിയാതെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി SMF തെരഞ്ഞെടുപ്പ് മാനുവൽ ഉണ്ടാക്കി പ്രവർത്തിച്ചപ്പോൾ സമസ്ത പ്രവർത്തകർ മേൽഘടകത്തിന് കത്തു നൽകി. നിലവിലെ SMF കമ്മിറ്റിക്ക് സംഭവിച്ച പോരായ്മ മുശാവറയ്ക്ക് ബോധ്യമായി. അവർക്കെതിരെ തീരുമാനം വന്നു, പക്ഷേ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. 4. SYS ആദർശ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. പിന്നീട് അത് നടത്തരുതെന്ന് വിധി വന്നു. വിധിക്കെതിരെ സമസ്ത പ്രവർത്തകർ സംഘടിച്ചു. ഇക്കഴിഞ്ഞ 30-ാം തീയതി വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 5. സമസ്ത സഹകരിക്കരുതെന്ന് പറഞ്ഞ CICയിൽ പ്രവർത്തിക്കുന്നവരും അവിടെ മക്കളെ പഠിപ്പിക്കുന്നവരും പുതുതായി ചേർത്തവരും സമസ്ത പ്രവർത്തകരായി രംഗത്ത് വരുന്നു. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ സമസ്ത പ്രവർത്തകർ തൊണ്ടി സഹിതം പൊക്കിയിട്ടുണ്ട്. വിധിയും ശിക്ഷയും എന്തുമാകട്ടെ, സമസ്തയെ നോവിച്ചവരെ അതാതു സമയത്ത് പിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ സമസ്ത മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് സമസ്ത പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓരോരോ കള്ളത്തരങ്ങൾ കൊണ്ടുവരുമ്പോഴും സമസ്തയുടെ പേരിൽ ആ സമസ്തയുടെ കീർത്തി നഷ്ടപ്പെടുന്ന വിധത്തിൽ സമസ്തയുടെ ഉള്ളിൽ നിന്ന് തന്നെ തുരങ്കം വെക്കുന്ന ആളുകളുടെ ഓരോരോ ചെയ്തികളെയും തത്സമയം പിടിച്ച് സമൂഹ മധ്യത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കിയ ഒരു പാരമ്പര്യമാണ് സമസ്തയുടെ പ്രവർത്തകന്മാർക്കുള്ളത്. അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അള്ളാഹുവിൻ്റെ ആ തൗഫീഖ് കൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ഈ ഹംസ ഹൈതമിയുടെ സംഭവം. ഇദ്ദേഹം ഒരുപാട് കാലങ്ങളായി ജാമ്യയിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളിലൂടെ സമസ്ത വിരുദ്ധത കുത്തിവെക്കാൻ തുടങ്ങിയത്. അവിടെ പഠിക്കുന്നതുമായ പല വിദ്യാർത്ഥികളും അത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളത് തെളിവില്ലാത്തത് മൂലം സമസ്തക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തന്നെ ഇത്തരം ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ CIC മൂലം ഒരു വഴിയൊരുക്കി എന്നുള്ളത് വളരെ വലിയ
ഒരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ ചിന്തനീയമായിരിക്കുന്ന ഒരു വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്തയോട് കളിച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഒരു സ്തുതി, അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ഇത് CIC ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് സമസ്തയുടെ പുറത്ത് നിൽക്കുന്ന, സമസ്തയുടെ ശത്രുചേരിയിൽ നിൽക്കുന്ന CIC തന്നെ ഇയാൾക്കൊരു വേദി ഒരുക്കുകയും ഇയാളുടെ ഉള്ളിലുള്ള ആ സമസ്ത വിരുദ്ധത കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരാൻ സമസ്തക്ക് സഹായകമാകുന്ന വിധത്തിൽ, സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് സഹായകമാകുന്ന വിധത്തിൽ ഒരു വേദി ഒരുക്കി ഇയാളെ കെണിയിൽപ്പെടുത്തുന്നത് CIC തന്നെയാണ്. നോക്കണം, നിങ്ങൾ സമസ്തയുടെ ഒരു കറാമത്ത് നിങ്ങൾ നോക്കണം. അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ, കുട്ടികൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഇയാൾ ഇതൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് പറയായി. പക്ഷെ ജനങ്ങളോട് പറയാൻ പറ്റും എന്തെങ്കിലും തെളിവില്ലാതെ. പക്ഷെ ഇത് പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഇനി സംശയിക്കേണ്ട കാര്യമല്ലല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങോട്ട് വന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമ്മതപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അത് സാദിഖ് അലി തങ്ങളെ കൂടി അവഹേളിക്കലാണ്. അഥവാ സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾ പരസ്യമായിട്ട് അത് പറയാൻ പാടില്ലായിരുന്നു. അത് സാദിഖ് അലി തങ്ങൾ വിളിച്ചിട്ടും ചിലപ്പോൾ നന്നായി ഫിറ്റാക്കിയിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം തങ്ങളെ കൂടി അവഹേളിക്കലാണ്. ഇനി സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പറയാൻ പാടില്ലല്ലോ പരസ്യമായിട്ട്. കാരണം അത് നിയമവിരുദ്ധല്ലേ, സമസ്തന്റെ നിയമത്തിനനുസരിച്ച് അത് വിരുദ്ധമാണ്. മാത്രമല്ല അവിടെ പറഞ്ഞതൊക്കെ ഇനി സാദിഖ് അലി തങ്ങളുടെ സമ്മതത്തോടു കൂടെ ആണ് എന്നുകൂടി വരും. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും സാദിഖ് അലി തങ്ങളുടെ സമ്മതത്തോടു കൂടെ അല്ല. സാദിഖ് അലി തങ്ങൾ ഇവരുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിൽ സാദിഖ് അലി തങ്ങൾ പോലും ഇങ്ങനെ പറയാറില്ല. അദ്ദേഹം ഇവരുടെ ഇതിലിപ്പോഴും സെനറ്റിലിപ്പോഴും പ്രസിഡന്റായി നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ സമസ്തനെ എതിർത്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ പറയാറില്ല. സാദിഖ് അലി തങ്ങൾ പോലും അങ്ങനെ പരസ്യമായിട്ട് പറയാറില്ല. അപ്പോൾ ഇത് സാദിഖ് അലി തങ്ങളുടെ അനുമതിയോടുകൂടിയാണ് ഞാൻ വന്നത് എന്ന ഒരു മുഖവുര നൽകിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കൂടെ അത് പിന്നെ അതിൻ്റെ പ്രത്യാഘാതം, അതിൻ്റെ ഒരു എഫക്റ്റ് അദ്ദേഹത്തെ കൂടെ അത് ഏൽക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും വലിയ സപ്പോർട്ടൊന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ നിലപാടൊക്കെ മാറ്റി പരസ്യമായിട്ട് തന്നെ മാപ്പ് പറഞ്ഞ് ഈ പ്രസ്താവനകളൊക്കെ പിൻവലിച്ച് ഒന്നെങ്കിൽ കത്ത് കൊടുത്ത് ക്ഷമാപണം നടത്തിയാൽ ചിലപ്പോൾ സമസ്തയിൽ തുടരാൻ സാധിക്കും. അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ മൂട്ടിക്കൊടുക്കാനും മൂച്ചിമ കയറ്റാനൊക്കെ കുറേ ആളുകളുണ്ടാവും. മുസ്തഫൽ ഫൈസിയുടെ വിഷയത്തിൽ നമ്മൾ അതാണല്ലോ കണ്ടത്. മുസ്തഫൽ ഫൈസിനെ കുയ്യിൻ്റെ വക്കത്ത് വരെ കൊണ്ടുപോയാണ്ട് ഉന്തിയിട്ടു. പിന്നെ ഇന്ന് വലിച്ചു കയറ്റാൻ ഇതുവരെ ആർക്കും സാധിച്ചില്ലല്ലോ. ഹക്കീം ഫൈസിയെ പിന്നെ ആരും ബാക്കിൽ നിന്ന് ഉന്തിയതല്ല, മൂപ്പര എന്നെ ചാടിയതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തിന് കയറാൻ പറ്റണില്ല. ഇതേ ഒരവസ്ഥയാണ് ഇനി ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ വാതിൽ, സമസ്തയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി ഇതിന്മ കെട്ടിക്കൊണ്ട് ഇദ്ദേഹം കൂടുതൽ സമസ്തയെയും അതിൻ്റെ പ്രവർത്തകരെയും വിമർശിച്ചുകൊണ്ട് ഇനിയും രംഗത്ത് വരികയാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് വിഷയങ്ങളുണ്ട്, അതൊക്കെ പുറത്തേക്ക് ചാടും. വ്യക്തിപരമായ വിഷയങ്ങളായതുകൊണ്ട് നമ്മളതൊന്നും പറയുന്നത് മോശമാണ്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ മടിയിൽ കനമുള്ള ആളുകൾ ചിന്തിക്കണമായിരുന്നു ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ. അത്ര മാത്രമേ പറയുന്നുള്ളൂ. അള്ളാഹു നമുക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.